മലപ്പുറം വണ്ടൂരിൽ CITU യൂണിയൻ ചുമട്ടുതൊഴിലാളികളുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാര സ്ഥാപനം പൂട്ടി ബോർഡ് വെച്ച് വ്യാപാരി 2.5 വർഷം മുൻപ് ആരംഭിച്ച ടൈൽസ് ഷോപ്പായ ഹജസ് ലോണാണ് പൂട്ടിയത്. തർക്കം മൂലം ലോഡ് ഇറക്കാനാകാതെ 4 ലോറികളാണ് തിരിച്ചയച്ചത്. വ്യാപാരം തുടരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അടച്ചിട്ടതെന്നും ഒരു കല്ലിന് 20 രൂപയിലധികം വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും കടയുടമ അസീസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജീവനക്കാരോട് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല, നിങ്ങൾ സ്ഥാപനം നടത്താൻ സമ്മതിക്കില്ല, ആ ഭീഷണിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ജീവനക്കാർ നിൽക്കാൻ തന്നെ പേടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ജീവനക്കാരോട് നിർത്തുന്നത്. ഇപ്പോൾ 3 ദിവസമായി സ്ഥാപനം പൂട്ടിയിട്ടിരിക്കുകയാണ്. അതാണ് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ അടിച്ചിട്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് ഇവിടുത്തെ സാധനമൊക്കെ തിരിച്ച് കയറ്റണം. അതിനു വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കാനാണ് ഇനി ഞങ്ങളുടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത പ്രദേശത്തേക്ക് ഞങ്ങൾ മാറും. അവിടെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് എല്ലാ രീതിയിൽ അവർ സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ മാത്രമാണ് അവർ സഹകരിക്കാതിരിക്കുന്നത്. അഷ്കർ അലി കരിമേണ്ട വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ കേരളം വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് എത്തി എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് ഈ സമ്മിറ്റ് നടന്ന ദിവസം തന്നെ മലപ്പുറത്തൊന്നും മറിച്ചുള്ള വാർത്ത. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, മലപ്പുറം വണ്ടൂരിലാണ് ഇത്തരത്തിൽ ഈ ഒരു ടൈൽസ് വിൽക്കുന്ന വ്യാപാര സ്ഥാപനം. കുന്നമംഗലം സ്വദേശിയായിട്ട് അസീസ് അടക്കമുള്ള 3 പേർ ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ഒരു വ്യാപാര സ്ഥാപനമാണ്. ഇവർക്ക് കേരളത്തിൽ 13 ഇടങ്ങളിൽ ഇത്തരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളുമുണ്ട്. പക്ഷേ അവിടെ ഒന്നുമില്ലാത്തൊരു പ്രശ്നമാണ് ഇപ്പോൾ വണ്ടൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ചുമട്ട് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചുമട് കൂലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം. അവിടെ ഇവർ പറഞ്ഞ നേരത്തെ ഒരു ടണ്ണിന് 290 രൂപയാണ് ഇപ്പോൾ അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ഒറ്റ അടിക്ക് 420 രൂപ ആക്കണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ അവിടുത്തെ CITയുടെ ചുമട്ട് തൊഴിലാളികൾ ഇവരെ ഭീഷണിപ്പെടുത്തുകയും ജീവനക്കാരോട് മോശമായി പെരുമാറുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം ഈ വ്യാപാരി ഇപ്പോൾ കട തന്നെ പൂർണ്ണമായും അടച്ച് അവിടെ പുറത്ത് ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുകയാണ്. തങ്ങൾക്ക് ഇത്തരത്തിൽ കൊണ്ടുപോകാൻ സ്ഥാപനം പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് അടച്ചിടുന്നു എന്നുള്ള ഫ്ലെക്സ് സ്ഥാപിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വ്യാപാര സ്ഥാപനം അടച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഇപ്പോൾ ആ വ്യാപാര സ്ഥാപനം അടച്ചിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ 2 ദിവസങ്ങളെ അവിടേക്ക് എത്തിയ വിവിധ ഘട്ടങ്ങളായി എത്തിയ ലോഡുകളൊക്കെ തന്നെ അത് ഇറക്കാൻ കഴിയാത്തൊരു സാഹചര്യം തിരിച്ചയച്ചു. നിരവധി ഉപഭോക്താക്കൾ അവിടെ എത്തി സാധനം പർച്ചേസ് ചെയ്തത് കൊണ്ടുപോകാൻ കഴിയാത്തത് കയറ്റിറക്ക കൂലി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമായതുകൊണ്ട് അത് തിരിച്ചയക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വ്യാപാരം തന്നെ പ്രതിസന്ധിയിലായതോടെയാണ് ഇത് അടച്ചിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇയാൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ കണക്കുകൂട്ടുകയാണെങ്കിൽ പോലും ഒരു ടൈൽസിൻ്റെ അല്ലെങ്കിൽ ഒരു കല്ല്, ഒരു ഉദാഹരണത്തിന് അവിടെയുള്ള ഒരു കല്ലിന് 8 രൂപ ചെലവിൽ മറ്റുള്ള ഇദ്ദേഹത്തിൻ്റെ മറ്റ് സ്ഥാപനങ്ങളടക്കം 8 രൂപയ്ക്ക് മലബാറിലും അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം അടക്കമുള്ള ജില്ലകളടക്കം 8 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ചുമട്ട് തൊഴിലാളികൾക്ക് അദ്ദേഹം കൊടുത്തു വരുന്നത് 14 രൂപയാണ്. പക്ഷേ അതും പോരാതെ അത് 20 രൂപയിലധികം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ചുമട്ട് തൊഴിലാളികൾ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല, മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലെ CITയും അതുപോലെ തന്നെ IITUC എങ്കിലും അവിടെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും ഇവരുമായി സഹകരിക്കുമ്പോൾ വണ്ടൂരിലുള്ള CIT തൊഴിലാളികൾക്ക് മാത്രമാണ് ഈ പ്രശ്നമുള്ളതെന്നുമാണ് ഇപ്പോൾ ഈ വ്യാപാരി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അത് വണ്ടൂരിലാണെങ്കിൽ മറ്റ് തൊഴിലാളി സംഘടനകളുമില്ല. മാത്രമല്ല, CIT മാത്രമാണ് അവിടെയുള്ള ചുമട്ട് തൊഴിലാളിയുടെ. സ്വാഭാവികമായും അവർ അത് കുത്തകയാക്കി നടത്തുകയും വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു ആരോപണം കൂടിയാണ് ഇപ്പോൾ ഈ വ്യാപാരി പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ ഈ വ്യാവസായിക സൗഹൃദമെന്ന് സംസ്ഥാന സർക്കാർ തന്നെ വലിയ തോതിൽ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അതിനെ കല്ലടിയായിക്കൊണ്ട് പാർട്ടിയുടെ തന്നെയുള്ള ചുമട്ട് തൊഴിലാളിയുടെ സംഘടനയിൽ നിന്നും ഇത്തരത്തിലൊരു ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. വലിയ തോതിലുള്ളൊരു പ്രതിഷേധം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. വ്യാപാര വ്യവസായികളുടെ സംഘടന അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ട് അടിയന്തര പ്രശ്നപരിഹാരത്തിലുള്ള നീക്കം ഈ ഘട്ടത്തിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്.